ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകും. സ്മാർട്ട് ക്രിയേഷൻസിലാണ് തെളിവെടുപ്പ് നടത്തുക. തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താനാണ് പരിശോധന. അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ മൊഴിയിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർ കുരുക്കിലാകും. കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. ആദ്യം പ്രജിത്ത്, ഇപ്പോൾ രണ്ട് പേരുകൾ, ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒന്ന് മുരാരി ബാബു, രണ്ടുപേർ അകത്തായി. അപ്പോൾ ഒന്നാമത്തെ ആളിലേക്ക് വന്നാൽ, തുടക്കം മുതലേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ പേരിൽ ഒതുക്കാനായിരുന്നല്ലോ എല്ലാവരുടെയും ശ്രമം. അന്വേഷണം ഉണ്ടായിട്ടും ആ പേരിൽ തന്നെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ പിന്നീട് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുന്നു. അവർക്ക് പറയാതിരിക്കാനാകുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്ന് പലതും സംഭവിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. കാരണം ഹൈക്കോടതി കഴുത്തിന് പിടിച്ചല്ലോ. ഇപ്പോൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ഉഡായിപ്പാണെന്ന് മനസ്സിലാകുന്നു. ഈ തെളിവെടുപ്പിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നോ? കൃഷ്ണരാജ്, ഈ തെളിവെടുപ്പ് നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ തട്ടിയെടുത്ത സ്വർണം അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത്. കാരണം തട്ടിപ്പ് നടത്തി എന്നതിനുള്ള തെളിവുണ്ടായിട്ടുണ്ട്. ക്രമക്കേടുകൾ, ഗൂഢാലോചനകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏകദേശം ഒരു ധാരണ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഇനി പ്രധാനമെന്ന് പറയുന്നത് ഈ തട്ടിയെടുത്തതിൽ കുറച്ചെങ്കിലും സ്വർണം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് അന്വേഷണ സംഘം പോകുന്നത്. ഇന്ന് ചെന്നൈയിൽ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോകും. ഇന്നോ നാളെയോ ചെന്നൈയിൽ തെളിവെടുപ്പ് നടക്കാനാണ് സാധ്യതയുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ഈ സ്വർണം എങ്ങോട്ട് പോയി, എവിടെ എത്തി, ഇപ്പോൾ ഏത് അവസ്ഥയിൽ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഒരുക്കിയെടുത്ത് വിറ്റോ അല്ലെങ്കിൽ ആ സ്വർണം രൂപമാറ്റം വരുത്തിയോ സ്വർണം പണമാക്കി മാറ്റിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത, ഒരു അന്വേഷണത്തിൽ ഒരു വ്യക്തത കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിലായി പുറത്തു വന്ന ചില വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ തട്ടിയെടുത്ത സ്വർണം അത് പണമാക്കി മാറ്റി അത് റിയൽ എസ്റ്റേറ്റ് അടക്കം നിക്ഷേപിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടെത്തലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ അപ്പോഴും ഈ സ്വർണം ഏത് രീതിയിൽ എത്രത്തോളം നഷ്ടമായി, ഇനി ഈ സ്വർണത്തിൽ ഏതെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചടി വീണ്ടെടുക്കാൻ കഴിയുമോ എന്നടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്വർണ്ണ കവർച്ചയുടെ നാൾ വഴികളിൽ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ കൊണ്ടുപോയി ഈ സ്വർണ്ണ കവർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്വർണ്ണം ഉരുക്കി മാറ്റിയതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ രീതിയിലാണ് ആ സ്വർണ്ണം മാറ്റിയത്, വേർതിരിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. എന്തായാലും ചെന്നൈയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരിലും എത്തിച്ച് തെളിവെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രധാനമായും ഈ തെളിവെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട അന്വേഷണം, മറ്റ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ വരും ദിവസങ്ങളിൽ എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. 29-നായിരിക്കും മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കൃഷ്ണരാജ്, ഈ മുരാരി ബാബു റിമാൻഡിലാണ്. അതായത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് അദ്ദേഹം മൊഴി നൽകിയെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമാവില്ലല്ലോ. അതായത് 2025 ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയത് പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അറിഞ്ഞുകൊണ്ടാണ് എന്ന് മൊഴിയുണ്ടെന്ന് കേൾക്കുന്നു. അത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയുമാണ്. ഹൈക്കോടതി തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. മുരാരി ബാബു അത്തരമൊരു മൊഴി നൽകി എന്നുള്ളതാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന സൂചന. പ്രത്യേകിച്ച് 2019-ലും 2025-ലും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് മുരാരി ബാബു ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ജനം TV അടക്കം പുറത്തുവിട്ട, പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴിചാരി രക്ഷപ്പെടാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശ്രമം നടത്തുമ്പോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്.
തീരുമാനമാണെന്നും ദേവസ്വം ബോർഡ് അറിയാതെ അത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതും നമ്മൾ സ്ഥാപിച്ചതാണ്. അതിനുശേഷം അത് കോടതിയും കൃത്യമായി കണ്ടെത്തിയിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് ഇതിൽ കവർച്ച നടക്കാനുള്ള സാധ്യതയുണ്ടായിട്ടും ദേവസ്വം ബോർഡ് കൃത്യമായ മൗനം പാലിക്കുകയും അല്ലെങ്കിൽ അതിന് മൗനാനുവാദം നൽകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതും കോടതി കണ്ടെത്തിയിരുന്നു. തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ള കാര്യത്തിലേക്കും കോടതി എത്തിയിരുന്നു. 2025 വരുമ്പോൾ ഈ കവർച്ച മറയ്ക്കാനുള്ള ഗൂഢാലോചന സംബന്ധിച്ചുള്ള കോടതി നിരീക്ഷണങ്ങളും ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ അന്നത്തെ ദേവസ്വം ബോർഡ് ബോധപൂർവം തീരുമാനമെടുത്തിരുന്നു. തിരുവാഭരണം കമ്മീഷണറടക്കം റിപ്പോർട്ടിൽ മാറ്റം വരുത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇടപെടൽ കാരണമായി എന്നടക്കമുള്ള നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ 2019 25 ഈ സ്വർണ്ണക്കവർച്ചയിലും സ്വർണ്ണക്കവർച്ച മറയ്ക്കാനുള്ള ശ്രമങ്ങളിലും ദേവസ്വം ബോർഡിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോടതി അടക്കം കണ്ടെത്തിയിരുന്നത്. അതിനുള്ള ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾക്ക് സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ മുരാരി ബാബു നൽകിയതായി പറയപ്പെടുന്നത്. സ്വാഭാവികമായും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്, അതായത് മുരാരി ബാബു നൽകുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഉന്നതരിലേക്ക് അടുത്ത ഘട്ടത്തിലായി ചോദ്യങ്ങളും എത്തേണ്ടത്. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളും ഒക്കെ ഹാജരാകേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കൃഷ്ണരാജ്. ശരി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെത്തിച്ച് സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മറുവശത്ത് മുരാരി ബാബുവിൻ്റെ മൊഴി നിലവിലെ ദേവസ്വം പ്രസിഡന്റിനും കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും തലവേദനയാകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.